ഹലോ. ടുഡേ ജൂൺ 29, 2025 ഒരു സൺഡേ ആണ്. സോ ഈ ഒരു വീഡിയോയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ഒരു ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ അല്ലേ. മറ്റന്നാൾ മുതൽ പുതിയൊരു ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നമ്മുടെ ഈ വർഷത്തെ മൂന്നാമത്തെ ക്വാർട്ടർ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അടുത്തൊരു 6 മാസത്തോളം ഡിസംബർ 15 വരെ നമുക്കൊരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. ഡിസംബർ 15 എന്ന് പറയുന്നത് അതിനുശേഷം അവധിയാണ് അല്ലേ, ക്രിസ്മസ് ഒക്കെയാണ്. അപ്പം മാർക്കറ്റ് തന്നെ ഒരു 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 സ്ലോ സ്റ്റേജിലായിരിക്കും. അപ്പോൾ അടുത്തൊരു 6 മാസത്തേക്കുള്ളൊരു നമുക്കൊരു റേഞ്ച് ബേസ് മാർക്കറ്റ്, അതായത് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുറച്ച് മാസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സമയമായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്ലാനിങ്, എങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാത്തിനകത്തുമല്ല, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കറൻസീസിൽ അല്ലേ, JPY/USD, USD/JPY, GBP/USD, EUR/USD, ഈ 3 കാര്യങ്ങളുടെ അടുത്തൊരു 6 മാസത്തെ പ്ലാനിങ്ങിനെ കുറിച്ചായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ അതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ആഴ്ച വലിയ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇസ്രയേൽ-ഇറാൻ വാർ കഴിഞ്ഞ തിങ്കളാഴ്ച ഭയങ്കരമായും എന്താ പറയുക, ഇറാൻ ഖത്തറിൽ ബോംബിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച രാത്രിയിൽ ഡൊണാൾഡ് ട്രംപ് സീസ്ഫയർ അനൗൺസ് ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച, അതിനുശേഷം ഗോൾഡ് താഴോട്ട് പോയി ഒരുപാട്, ഏകദേശം ഒരു എത്രയാണ്, 1000 പിപ്പ് അടുപ്പിച്ച് മുകളിലോട്ട് താഴോട്ട് വീണ് പോയി. ഒരുപാട് പേർക്ക് പൈസ ഒരുപാട് നഷ്ടമുണ്ടായി എന്നുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ എനിക്ക് കേൾക്കാനായിട്ട് സാധിച്ചു. ഒരുപാട് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇന്ന് ഗോൾഡിനെ കുറിച്ച് പറയുന്നില്ല. ഗോൾഡ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു ആഴ്ചയൊന്ന് കഴിഞ്ഞോട്ടെ, എന്തായി തീരും ഗോൾഡിന്റെ അവസ്ഥ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഗോൾഡിനെ കുറിച്ച് സംസാരിക്കാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് ഓർമ്മിപ്പിച്ചു പോകാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY, നമുക്ക് എങ്ങനെയാണ് JPYയിൽ നമുക്ക് അടുത്തൊരു 6 മാസം പ്ലാൻ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അടുത്തൊരു 3 മാസം നമ്മൾ പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റിലെ പറഞ്ഞു പോകാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ JPY കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 144.60. നമുക്കറിയാം JPY കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്, കഴിഞ്ഞ ഓൾമോസ്റ്റ് ഇതൊരു ഡെയിലി ക്യാൻഡിലാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ഏപ്രിൽ തൊട്ട്, ഓക്കെ, ഓൾമോസ്റ്റ് ഏപ്രിൽ തൊട്ട് നിങ്ങൾക്കറിയാം JPY 148 നിൽക്കുകയായിരുന്നു. JPY ഏപ്രിൽ 16 ആയപ്പോഴത്തേക്കും 140 വീണു. അതിനുശേഷം വീണ്ടും 148 മെയ് 12 എത്തി. അതിനുശേഷം 142 പോയി, 148, 142 ഈ റേഞ്ചിൽ കിടന്ന് കറങ്ങുകയാണ് ഏകദേശം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസമായിട്ട്. കഴിഞ്ഞൊരു ക്വാർട്ടറിൽ 142 to 148, ഒരു എക്സ്ട്രീം കേസിൽ 140 വരെയും JPY പോയിട്ടുണ്ട്. ഈ ഒരു റേഞ്ചിലായിരുന്നു JPY, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. സോ JPY നമുക്ക് ഏറ്റവും നല്ലൊരു കറൻസി ആണെന്നുള്ളൊരു, അല്ലെങ്കിൽ നമുക്ക് ഈസിലി ട്രേഡ് ചെയ്യാനായിട്ട്, ഇത് ആലോചിച്ച് നോക്കി, ഇത് എത്ര പിപ്പുണ്ട്, വെറും ഒരു $400, ഓക്കെ, 400 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ്, മാക്സിമം 600 പിപ്പിൻ്റെ മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മൊത്തം കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ 148 അവിടുന്ന് സെൽ എടുക്കുന്ന ആൾക്കാർക്കും 142 അവിടുന്ന് ബൈ എടുക്കുന്ന ആൾക്കാർക്കും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കി പോകാനും സാധിച്ചു അല്ലേ. സോ ആ ഒരു JPYയെ കുറിച്ചാണ് എനിക്ക് ഫസ്റ്റിൽ പറയാനായിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം JPYയുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് 162 എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ. സോ 162 എത്താനായിട്ടുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. 162 നമ്മുടെ JPY എത്തിയത് കഴിഞ്ഞ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ജൂലൈയിലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ജൂലൈ 12, ജൂലൈ 11, ഓക്കെ, ജൂലൈ 11 162 റേഞ്ച്. ആ ഒരു സമയത്തായിരുന്നു 162 ഓൾ ടൈം ഹൈ ആയിട്ടുള്ള JPYയുടെ ആ ഒരു പ്രൈസ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 12 കഴിഞ്ഞിട്ട്, ഓക്കെ, ജൂലൈ 30 ഈ ഒരു ദിവസം എവിടെ എത്തി മാർക്കറ്റ്? വെറും 20 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് 141.728, ഓൾമോസ്റ്റ് 18 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം കൊണ്ട് 2000 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് താഴോട്ട് JPY പോയിട്ടുണ്ട്. അപ്പോൾ JPYയിൽ അങ്ങനെയും സംഭവിക്കാം എന്നുള്ളൊരു കാര്യം മറന്നുകൂടാ. ഓക്കെ, സോ അതുകൊണ്ട് ഇപ്പോൾ 144 നിൽക്കുന്ന JPY ഒരു ഞാൻ ഇപ്പോൾ പഠിച്ചതുപോലെ 20 ദിവസം കൊണ്ട് താഴോട്ട് പോകാമെങ്കിൽ ഇതൊരു 20 ദിവസം കൊണ്ട് മുകളിലോട്ടും പോകാം അല്ലേ.
മുകളിലോട്ട് വീണ്ടും ആ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് പോകാം. അതിന് എന്താ പറയുക, അതിന് കുറേ പൊളിറ്റിക്കൽ കാര്യങ്ങളും നമുക്ക് അതിന് ഫേവറബിൾ ആയിട്ട് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമുക്കറിയാം US ഡോളറിൻ്റെ റേറ്റ്, US ഡോളർ ഈ താരിഫിനെയൊക്കെ പ്രമാണിച്ച് US ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞു അല്ലേ. US ഡോളറിൻ്റെ വാല്യൂ കുറയുകയും GBPയും യൂറോയും ഒക്കെ മുകളിലോട്ട് പോവുകയും ചെയ്തു. സോ അതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ ഈ താരിഫിനകത്ത് ഇപ്പോൾ ചൈന US തമ്മിലുള്ള ഒരു ട്രേഡ് വാർ അതൊരു സമാധാനത്തിലോട്ട് അല്ലെങ്കിൽ അതൊരു ഡീലിലോട്ട് എത്തി എന്നുള്ള ന്യൂസൊക്കെ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ധാരണയൊക്കെ ഇന്നും മീൻ ഈ വീക്കെൻഡിലാണ്, ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരിക. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് പിന്നീട് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും അത് അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇസ്രായേൽ ഇറാൻ വാർ അവസാനിക്കുന്നു. സോ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടിട്ട് ഉറപ്പായിട്ടും US ഡോളറിന് സ്ട്രെങ്തൻ ആവുകയും അതേപോലെ US ഡോളർ സ്ട്രെങ്തൻ ആവുമ്പം അതിനെ ഫേവറബിൾ ആവാൻ പോകുന്ന ഏറ്റവും വലിയ കറൻസി ഏതാണ്? USD JPY ആണ് അല്ലേ. സോ അത് കൊണ്ടിട്ട് തന്നെ ഇനി നമുക്ക് അടുത്തൊരു 144 നിൽക്കുന്ന ഈ പറയുന്ന പർട്ടിക്കുലർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2023 എടുക്കാം. നമുക്ക് 2023 ഒരു ചാർട്ട് എടുത്ത് പോകുമ്പോൾ ഓക്കെ, ഓഗസ്റ്റായി 2023 ജൂൺ, ഓക്കെ 2023 ജൂലൈ, ഓക്കെ 136 ജൂലൈയിൽ നിന്നത്. ഓക്കെ, 136 2023 ജൂലൈ 10 മാർക്കറ്റ് നിന്നത്. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും ഒരു ഒക്ടോബർ സമയത്തൊക്കെ അത് 151 ലെവലിലോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, സോ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ JPY നിൽക്കുന്ന ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു താഴത്തെ റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 144 എന്ന് പറയുന്നത് JPYയെ സംബന്ധിച്ചിടത്തോളം ഒരു താഴെ നിൽക്കുന്നൊരു റേഞ്ചാണ്. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് എഗെയിൻ ഇറ്റ് ഹാസ് ടു എന്താ പറയുക, നമ്മുടെ ഓൾ ടൈം ഹൈയിലോട്ട് റീച്ച് ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി കൂടുതലായിട്ട് നിൽക്കുന്നു. അതും വിത്തിൻ സം ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ഈ ഒരു ക്വാർട്ടർ അവസാനിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് 162 കിട്ടാൻ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ്. സോ അതുകൊണ്ടിട്ട് ഇപ്പോൾ ഉള്ള കറണ്ട് പ്രൈസിൽ മേടിക്കണം എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. നമുക്ക് മാർക്കറ്റ് ഒന്നുകൂടെ താഴോട്ട് പോയി 140 റേഞ്ചിലോട്ട് എത്തുമ്പോൾ അല്ലെങ്കിൽ 140 എത്തുമെന്ന് അറിയില്ല, 142 റേഞ്ചിലോട്ട് എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. അത് ചിലപ്പോൾ 162 വരെ എത്താനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ഒരാൾ, ഒരു ലോട്ട് 142 നിന്ന് മേടിക്കുന്ന ഒരാൾ ഒരു 3 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 16,000 to 17,000 പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഹോൾഡ് ചെയ്യണം കേട്ടോ. അത് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് JPYയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ലോങ്ങർ ടേമിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മളുടെ അപ്പം JPY എന്താണ് 142 to 162 എന്ന് പറയുന്ന ഒരു വലിയൊരു റേഞ്ചിലോട്ട് അടുത്തൊരു 3 മാസം പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സപ്പോസ് 142 ബ്രേക്ക് ചെയ്താൽ അത് 180 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈവൻ 180 അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അല്ലേ. കഴിഞ്ഞ വർഷം നമുക്ക് 162 എത്തിയപ്പോൾ ഓൾ ടൈം ഹൈ ആയിരുന്നു 162. പക്ഷെ അത് ബ്രേക്ക് ചെയ്താൽ 180 പോകാം. അതിനുള്ള കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് നമ്മൾ പോകുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യൂറോ USD 1.17203 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, മാർക്കറ്റ് കുറേ കാലത്തിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 1.17528 എന്ന് പറയുന്ന ഒരു വലിയൊരു ഏകദേശം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കഴിഞ്ഞ ജാനുവരിയിലൊക്കെ 1.02055 അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വന്ന് കിട്ടിയതാണല്ലേ. നമുക്കറിയാം ഇതിൻ്റെ എത്രയായിരുന്നു 1.0177 അവിടെ വെച്ച് ഞാൻ വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ വെച്ച് ഒരു ലോട്ട് എടുത്തിട്ടുള്ള ഒരാൾക്ക് ഓൾമോസ്റ്റ് 1500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ്, ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് $15,000 പ്രോഫിറ്റ് അടിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇതേപോലൊരു ഞാൻ എല്ലാ എൻ്റെ വീഡിയോസിലും ഇങ്ങനൊരു വീഡിയോ എടുത്തില്ലെങ്കിലും എല്ലാ എൻ്റെ വീഡിയോസിലും ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്യാനായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നത്തെ മുതലുള്ള എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം.
ഓക്കെ. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിയർ ഫ്യൂച്ചറിൽ കഴിഞ്ഞൊരു ഏകദേശം ഒരു 1.5 വർഷം അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തെ ഒരു ഹൈയിലാണ് കഴിഞ്ഞ വീക്കിൽ നമ്മുടെ യൂറോ പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാം. ഓക്കെ. സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും യൂറോ ഡൗൺ ട്രെൻഡ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇവിടുന്ന് സെല്ലെടുക്കണമെന്നുമല്ല ഞാൻ പറയുന്നത്. ഓക്കെ. ഒരു കാരണവശാലും യൂറോ സെല്ലെടുക്കേണ്ട കാര്യവുമില്ല. ഇത് യൂറോ സെല്ലെടുക്കരുത് കേട്ടോ, ഇത് യൂറോ സെല്ലെടുക്കരുത്. ഞാനിത് പറഞ്ഞത് കൊണ്ടിട്ട് ഇപ്പോൾ താഴോട്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് സെല്ലെടുക്കരുത്. യൂറോ അപ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ. നമുക്ക് ചെയ്യാൻ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വീണ് കിട്ടിയാൽ, ഓക്കെ, മാർക്കറ്റ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ 1.1500 ഉറപ്പായിട്ടും അവിടെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ അത് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ലോങ്ങർ ടേമിൽ ഒരു ഇനിഷ്യൽ എന്താ പറയുക ടാർജറ്റ് 1.100 കിട്ടും എന്ന് നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. അത് കിട്ടും എന്നാണ് ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത്. കിട്ടേണ്ടതാണ്. ഓക്കെ. മാർക്കറ്റാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും അത് കിട്ടേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് യൂറോയുടെ കാര്യം വരുമ്പോൾ യൂറോ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ 1.1500 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ അടുത്തൊരു സപ്പോർട്ട് ലെവൽ നമുക്ക് 1.1300 അതിൻ്റെ താഴെയായിട്ട് 1.100 അതിൻ്റെ താഴെയായിട്ട് 1.0900 ആണ്. ഓക്കെ. സോ നമുക്ക് ഇതിങ്ങനെ പ്ലാൻ ചെയ്യാം. നമുക്കൊരു 0.3 ലോട്ട് 0.4 ലോട്ട് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ 1.1300 അവിടെ നിന്ന് നമുക്കൊരു 0.3 ലോട്ട് എടുത്ത് പരീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആളാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. 1.1300 അവിടെ നിന്ന് നമുക്ക് ഫസ്റ്റ് ബൈ. ഓക്കെ. അവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ, ബ്രേക്ക് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.1300 താഴെയായിട്ട് ഒരു വീക്കിൽ കടക്കാൻ പാടില്ല മുകളിലോട്ട്. ഓക്കെ. അതിനുശേഷം താഴോട്ട് പോയി 1.100 അവിടെ എത്തിക്കഴിഞ്ഞാൽ ബാക്കി 0.3. ഓക്കെ. അതിൻ്റെ താഴോട്ട് 1.0900 കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു പോയിന്റ് എന്താ പറയുക ആ 0.4 നമുക്ക് എടുത്ത് പോകാവുന്നതാണ്. ഓക്കെ. സോ സപ്പോസ് അതെങ്ങാനും ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ലൊരു സപ്പോർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.0500 ആണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. സോ ഇതാണ് നമുക്കൊരു ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നും വെച്ച് നമുക്ക് യൂറോ ഇവിടുന്ന് സെല്ല് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇവിടുന്ന് സെല്ല് ചെയ്യാമെന്ന്. ഓക്കെ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സെല്ല് ചെയ്യാമെന്ന്. ഓക്കെ. സോ നേരെ നമ്മൾ GBP USDയിലോട്ട് പോകുമ്പോൾ GBP USD ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.37149 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണ് ഇപ്പോൾ GBP USD നിൽക്കുന്നത്. ഇതും ഈ GBP എടുത്തു കഴിഞ്ഞാലും കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തെ ഒരു ഹൈയിൽ നിൽക്കുകയാണ് GBPയും. ഓക്കെ. സോ GBP നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ GBP കുറച്ചും കൂടെ യൂറോയെക്കാട്ടി കുറച്ചും കൂടെ ഒരു സ്റ്റേബിൾ കറൻസി ആണെന്നുള്ളൊരു കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞു പോകാറുണ്ട് അല്ലേ. സോ അത് പുതിയ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം കുറച്ചുകൂടെ UK എക്കണോമി കുറച്ചുകൂടെ സ്ട്രോങ് ആയി എന്നുള്ളൊരു കാര്യമാണ്. സോ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് 1.3500 അടുന്ന് താഴോട്ട് പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യം 1.3500 0.3 ലോട്ടും 1.3300 0.3 ലോട്ടും 1.300 എത്തിക്കിട്ടിയാൽ 0.4 ലോട്ടും നമുക്ക് ബൈ ചെയ്ത് GBPയിൽ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു എന്താ പറയുക 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അപ് ട്രെൻഡാണ്. നമുക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.4500 എന്ന് പറയുന്ന റേഞ്ചിലോട്ടൊക്കെ GBP എത്തിപ്പെടാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ. സപ്പോസ് 1.300 ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോയാൽ 1.2800 ആണ് അടുത്തൊരു സപ്പോർട്ടായിട്ട് GBPയിൽ നിൽക്കുന്നതും എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം കഴിഞ്ഞൊരു അടുത്തൊരു 6 മാസം നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമൊക്കെ പറയാനായിട്ടുള്ളത്. പക്ഷേ എനിക്കുള്ളൊരു ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ അടുത്തൊരു 6 മാസം ഒരു റേഞ്ച് ബേസ്ഡ് ആയിരിക്കും മാർക്കറ്റ്. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ആയിട്ടുള്ള കുറച്ച് മാസം ആ ഒരു ക്വാർട്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു റേഞ്ച് ബേസ്ഡ് ആണ്. ഗോൾഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു 2600 2300 റേഞ്ചിലൊക്കെ ആയിരുന്നു. 2300 to 2330, 2300 to 2400 ആ ഒരു റേഞ്ചിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതൊരു റേഞ്ച് ബേസ്ഡ് മാർക്കറ്റാണ്. ഓക്കെ. സോ റേഞ്ച് ബേസ്ഡ് മാർക്കറ്റ് ആയിരിക്കും
നമുക്ക് കിട്ടാൻ പോകുന്ന അടുത്തൊരു 6 മാസത്തേക്ക്. സോ ആ ഒരു റേഞ്ച് ബ്രേക്ക് ആയി പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈവൻറ്റ്സ് സംഭവിക്കണം. സോ ഈവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കലായിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസുകൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ NFP പോലത്തുള്ള ന്യൂസ്, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് പോലത്തുള്ള ന്യൂസ്, അല്ലെങ്കിൽ GDP അനൗൺസ്മെൻറ്റ്, അല്ലെങ്കിൽ റീറ്റെയിൽ സെയിൽസ് പോലത്തുള്ള ന്യൂസൊക്കെ വരുമ്പോഴാണ് ഈ ഒരു റേഞ്ച് വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തുള്ള ദിവസങ്ങളിൽ നമുക്ക് ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെ എന്നെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളുടെ എന്താ പറയുക, ഇപ്പം ഒരു ലോങ്ങർ ടേമിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു ചെറിയൊരു ഒരു വഴിയും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് ലോസിലോട്ട് പോകാൻ പാടില്ല അല്ലേ? ഇപ്പം നമ്മൾ ഒരു ബൈ ചെയ്തൊരു സംഭവം നമ്മൾ ലോസിലോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ടിട്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, സോ എന്താ പറയുക, ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗോൾഡിൽ 3274 നിൽക്കുന്നു. നമുക്കറിയാം 3280 ഒരു സപ്പോർട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ 3280 ഒരു സെല്ല് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മാർക്കറ്റ് ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും? ഒരു മിനിറ്റ് ഇവിടുത്തെ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ കുറച്ച് നേരം അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കറണ്ട് പോകുന്നുള്ള കാര്യം. സോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, സോ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഒരു ബൈയോ സെല്ലോ എടുത്ത് ലോങ്ങർ ടേമിലോട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യാം? സപ്പോസ് മാർക്കറ്റ് താഴെ പോയാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ലോസ് ആയി പോവില്ലേ? ഓൾറെഡി നല്ലൊരു പ്രോഫിറ്റിൽ നിന്ന സാധനം നമ്മൾ ക്ലോസ് ചെയ്യാതിരിക്കാൻ നേരത്ത് നമുക്ക് ലോസ് ആയി പോകില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. സോ അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് 142 ബൈ കിട്ടിയെന്ന് വിചാരിച്ചോ. ഓക്കെ, 142 ബൈ കിട്ടിയ ഒരാൾക്ക് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, പിറ്റേ ദിവസം 144 മുകളിലായിട്ട് മാർക്കറ്റ് പോയി എന്നും കൂടെ വിചാരിച്ചോ. ഓക്കെ, 144 മുകളിൽ ആ ഒരു സപ്പോർട്ട് അവിടെ എടുത്തു എന്ന് നമുക്ക് ഉറപ്പായി ഒരു 2 ദിവസം കൊണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെ ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, നമ്മൾ 142 ബൈ ചെയ്യുന്ന ഒരാൾ ഒരു ഷോർട്ടർ ടേമിലാണെങ്കിൽ 141.40 താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് അല്ലേ? ലോങ്ങർ ടേമിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 140 താഴെയൊക്കെ വേണമെങ്കിൽ വെക്കാം. പ്രീവിയസ് ലോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ തന്നെ അത് സെറ്റ് ചെയ്യേണ്ടത്. ആ ഒരു സമയത്ത് ഞാനൊരു സ്റ്റോപ്പ് ലോസ് പറഞ്ഞു തരികയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി 142 ബൈ എടുത്തു, 141.40 അവിടെ സ്റ്റോപ്പ് ലോസും വെച്ചു എങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ 144 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണ്. 144 ഒരു സപ്പോർട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു എങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ലോസ് എടുത്ത് മാറ്റി 143 കൊണ്ടുവെക്കാം. അങ്ങനെ ആവുമ്പോൾ മാർക്കറ്റ് താഴോട്ട് വന്നാലും 143 വരെ വരത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യമേ കിട്ടിയ 100 പിപ്പുണ്ടല്ലോ, ആ ഒരു 100 പിപ്പിൻ്റെ പ്രോഫിറ്റ് എങ്കിലും നമുക്ക് കിട്ടത്തില്ലേ ഇല്ലേ? സോ നമുക്ക് ആ ഒരു ലോസിലോട്ട് പോകാതെ നമുക്ക് ലോങ്ങർ ടേമിൽ പിടിച്ചു വെക്കാം. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റ് മുകളിലോട്ട് പോയി 148 മുകളിലോട്ട് പോയെന്ന് വിചാരിച്ചോ. ഓക്കെ, അവിടെയും നമുക്ക് ഈ 143 വെച്ച സാധനം 146 എടുത്ത് മാറ്റി വെക്കാം. 148 നേരെ മാർക്കറ്റ് 155 റേഞ്ചിലോട്ട് പോയി. അവിടെ വെച്ച് നമുക്ക് അടുത്ത 152 ഒക്കെ എടുത്ത് ഈ സ്റ്റോപ്പ് ലോസുകൾ മാറ്റി വെച്ച് നമ്മൾ ഈ പിടിച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ മാർക്കറ്റ് സപ്പോസ് താഴോട്ട് വന്നാലും ആ സ്റ്റോപ്പ് ലോസ് അടിക്കുകയും നമ്മൾ അത്രയും കാലം ഉണ്ടാക്കിയ ഒരു പ്രോഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ആവണം നമ്മൾ ഈ പ്ലാനിങ് നടത്തേണ്ടത്. ഈ പ്ലാനിങ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരിക്കണം. ഇല്ലെങ്കിൽ അയ്യോ നമ്മൾക്ക് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ബുക്ക് ചെയ്യേണ്ടതായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ഇമോഷണലി ഭയങ്കരമായി ഡൗൺ ആയതിനു ശേഷം നമ്മൾ റോങ് ട്രേഡിലോട്ട് എത്തിപ്പെടും. അങ്ങനൊരു സാഹചര്യം സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു പരിപാടിയും കൂടെ പറഞ്ഞത്. ഞാൻ മിക്കവാറും ലോങ്ങർ ടേമിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന പല ട്രേഡുകളും ഇങ്ങനെയൊക്കെയാണ് ഞാൻ അത് ലോസിലോട്ട് പോവാതെ, ബേസിക്കലി നമ്മൾ ചെയ്തതിന് ഒരു ബെനിഫിറ്റ് വേണമല്ലോ, ഒരു ചെറിയൊരു നമുക്കൊരു റിവാർഡ് വേണമല്ലോ. ആ റിവാർഡാണ് ആ ചെറിയ റിവാർഡ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് അല്ലേ? സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. വേൾഡിൽ ഒരുപാട് കാര്യങ്ങളാണ്. നാളെ ഗോൾഡിൽ ട്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഓൾറെഡി നമ്മൾ ഇപ്പം കണ്ടുകൊണ്ടിരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെൻറ്റ് പാസ്റ്റിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് പല രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫാണ്
അല്ലേ? ആ ഒരു താരിഫിനകത്ത് ചൈനയും യു എസും തമ്മിലുള്ളൊരു ഒരു ഒരു എന്താ പറയുക, കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു ഡീലിലോട്ട് വന്നു എന്നുള്ളൊരു ന്യൂസാണ് നമ്മൾ വെള്ളിയാഴ്ച അറിഞ്ഞതും അതിനുശേഷം ഗോൾഡ് ഒറ്റയടിക്ക് താഴോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടത്, അല്ലേ? സോ ഇനി എന്ത് എന്ന് നമുക്ക് നാളത്തെ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇറാൻ ഇസ്രായേൽ വാറും അവസാനിച്ചു. ഇനി അവിടെ ആകപ്പാടെ നിലനിൽക്കുന്ന ഒരു വാർ എന്ന് പറഞ്ഞാൽ റഷ്യ ഉക്രൈൻ വാറാണ്. അതും ഒരു പീസ് ഡീലിലോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ വളരെ കൂടുതലാണ്. അത് ഉക്രൈനുമായിട്ടാണോ അതിൻ്റെ മീറ്റിംഗ് നടക്കുന്നത്, അതോ യു എസും റഷ്യയും തമ്മിലാണോ ആ ഒരു ധാരണ എത്തുന്നത്? ഈവൻ യു എസും റഷ്യയും തമ്മിലൊരു ധാരണ എത്തിയാൽ മതി ആ ഒരു കാര്യത്തിനകത്ത്. ഓക്കെ, ആ ഒരു വാറും അവസാനിച്ചാൽ ഗോൾഡ് ഒക്കെ ബലൂണിൻ്റെ കാറ്റഴിച്ച് വിട്ടുന്ന കണക്ക് പോകും. അതുകൊണ്ടിട്ട് നമ്മൾ തൽക്കാലം ഗോൾഡ് ഒന്ന് നോക്കിയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ട്രെൻഡ് മാറി നമ്മൾ ഒരു കാരണവശാലും സെല്ല് എടുക്കരുത് എന്ന് പറയുന്നിടത്ത് നാളെ മുതൽ ഞാൻ ചിലപ്പോൾ പറയുന്ന ബൈ എടുക്കരുത് എന്നുള്ളതായിരിക്കും. ട്രെൻഡ് മാറി ഡൗൺ ട്രെൻഡിലോട്ട് പോവുകയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ സംശയം. അല്ല, അത് നാളെ ഈ ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും നമുക്കതിന് പ്രോപ്പറായിട്ട് മനസ്സിലാവുക. അതുവരെ ബാക്കിയുള്ള കറൻസീസിലോ ബാക്കിയുള്ള കാര്യങ്ങളിലോ ട്രേഡ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ഡിസ്കഷൻ, ഈ ഒരു ലോങ്ങർ ടേം പ്ലാനിങ്ങിനെ പറ്റിയുള്ള വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളത്തെ അപ്ഡേറ്റുകളുമായിട്ട് നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പല ആൾക്കാരിലോട്ട് ഈ വീഡിയോ എത്തിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഫ്രീ കോഴ്സ് ചൊവ്വാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ആൾക്കാരിലോട്ട് എത്തിക്കുക. നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ള സെഷനും നടക്കുന്നുണ്ട്, ജൂലൈ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 1 മാസം നീണ്ടു നിൽക്കുന്ന. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറ്റുവാണെങ്കിൽ പല ആൾക്കാരിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ ഈ ഒരു സെഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.